ലോകമെങ്ങും സർഗാത്മകത പൂത്തുലഞ്ഞിരുന്നത് യുദ്ധങ്ങളോ ക്ഷാമങ്ങളോ അതിഭീകരമായ മഹാമാരികളോ പെരുകിയപ്പോഴായിരുന്നു. പ്രതിസന്ധികളിൽ നിന്നുള്ള മനുഷ്യരുടെ പ്രതിഷേധവും പ്രതിരോധവും നിലവിളിയുമാണ് മഹാസാഹിത്യവും കലയുമായി മൊഴിമാറിയെത്തിയത്. ആ ചരിത്രം അവസാനിക്കുന്നില്ല. സർഗഭാവനകളുടെ ലോകത്തെയും ഒരു കലണ്ടർ വർഷം കൂടി മറയുമ്പോൾ മായാതെയും മറയാതെയും ബാക്കിയാകുന്ന ചിലതുണ്ട്. ഒരു സുഹൃത്തിന്റെ മരണത്തെക്കുറിച്ച് എം.ടി. ഒരിക്കൽ ഇങ്ങനെ എഴുതി: എണ്ണ തീർന്ന വിളക്ക് പതിയെ അണയും പോലെ. മരണത്തെക്കുറിച്ച് വായിച്ചതിൽ ഏറ്റവും സാന്ദ്രമായ വാക്യം. 7 പതിറ്റാണ്ടുകാലം മലയാളത്തിന്റെ തിരുമുറ്റത്ത് കത്തിച്ചുവെച്ച എം.ടി. എന്ന ആ നിലവിളക്കും അണഞ്ഞിരിക്കുന്നു. ഇരുട്ടിലാണ്ടത് ഒരു ജനത ഒന്നാകെ. എം.ടിയെ പോലെ തൊട്ടതെല്ലാം പൊന്നാക്കിയ മറ്റൊരു മലയാള എഴുത്തുകാരനില്ല. ഏറ്റവും മികച്ച കഥാകൃത്തും നോവലിസ്റ്റും എന്ന പോലെ ഏറ്റവും മികച്ച തിരക്കഥാകൃത്തും സംവിധായകനുമാണ് എം.ടി. ഏറ്റവും മികച്ച നിരൂപകനും ഏറ്റവും മികച്ച ഉപന്യാസകാരനും ഏറ്റവും മികച്ച ബാലസാഹിത്യകാരനുമാണ് എം.ടി. ഗോപുരനടയിൽ പോലെ ഏറ്റവും മികച്ച നാടകങ്ങളും എം.ടി. എഴുതിയിട്ടുണ്ട്. വളർത്തുമൃഗങ്ങൾ എന്ന സിനിമയിൽ മികച്ച ഗാനങ്ങളും എം.ടി. എഴുതിയിട്ടുണ്ട്. മലയാള സാഹിത്യത്തിലെ വലിയ കുതിപ്പുകൾ കണ്ടെത്തിയ എം.ടിയേക്കാൾ വലിയൊരു പത്രാധിപരില്ല, വലിയ വായനക്കാരനുമില്ല. അതുകൊണ്ട് തന്നെ കാലം എത്ര കടന്നുപോയാലും കാലാതീതനായി തന്നെ എം.ടി. ഉണ്ടാകും. എങ്കിലും എം.ടിയുടെ വാക്കുകൾ തന്നെ കടമെടുത്തു പറഞ്ഞാൽ മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളി തന്നെ. വെടിയുണ്ടകളും സ്ഫോടനങ്ങളും കൂട്ടക്കൊലകളും പലായനങ്ങളുമാണ് പലസ്തീൻ. മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിലെ കൊടിയ പീഡനവും ആക്രമണങ്ങളും അപമാനങ്ങളും നേരിടുന്ന മറ്റൊരു ജനതയില്ല. അതുകൊണ്ടാണ് ആഗോള ദുരന്തത്തിന്റെ നടുവിലിരിക്കുമ്പോൾ തനിക്ക് ആഘോഷമില്ലെന്ന് ഹാൻകാങ് പറഞ്ഞത്. ഏഷ്യ വൻകരയിൽ നിന്ന് സാഹിത്യ നോബൽ നേടുന്ന ആദ്യ വനിതയാണ് ഈ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി. 2016 മാൻ ബുക്കർ നേടിയ വെജിറ്റേറിയനാണ് ഹാൻകാങ്ങിന്റെ ആദ്യം ഇംഗ്ലീഷിലേക്ക് മൊഴിമാറിയ നോവൽ. CV ബാലകൃഷ്ണനാണ് വെജിറ്റേറിയന്റെ മലയാള പരിഭാഷകൻ. മനുഷ്യക്രൂരതയുടെ പേടി സ്വപ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വെജിറ്റേറിയനാകുന്ന ഒരു സ്ത്രീയുടെ ജീവിതമാണ് നോവൽ. മനോഹരമായ പരിഭാഷ വെജിറ്റേറിയനെ ഒരു മലയാള വായനാനുഭവമാക്കുന്നു. മലയാളികൾക്കും സന്തോഷിക്കാനാവുന്ന ഒരു നൊബേൽ സമ്മാനം. നൊബേൽ സാഹിത്യ പുരസ്കാരം കഴിഞ്ഞാൽ ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ്. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയത് ജർമ്മൻ എഴുത്തുകാരി ജെന്നി എർപ്പൻബെക്കും മിഖായൽ ഹോഫ്മാനുമാണ്. നോവൽ കെയ്റോസ്. 80കളുടെ ഒടുവിലെ ജർമ്മനിയിലെ രാഷ്ട്രീയ പരിണാമങ്ങളും ബെർലിൻ മതിലിന്റെ പതനവും പശ്ചാത്തലമായി എഴുതിയ ഒരു അപൂർവ പ്രണയകഥ. പഴയ കിഴക്കൻ യൂറോപ്പിന്റെ ആരാധകർക്കും വിമർശകർക്കും പ്രിയപ്പെടുന്ന രചന. ഈ നൂറ്റാണ്ടിന്റെ വെർജീനിയ വുൾഫ് എന്നറിയപ്പെടുന്ന അയർലൻഡുകാരിയായ സാമന്ത ഹാർവേക്കായിരുന്നു ബ്രിട്ടീഷ് സംസ്കാരത്തിന്റെ ഉന്നതമായ സാഹിത്യ പുരസ്കാരം ബുക്കർ. 2009 കന്നി നോവലായ ദ വൈൽഡർനെസ്സിന് കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ പുരസ്കാരം സാമന്ത സ്വന്തമാക്കിയത് തന്റെ 5ാമത്തെ നോവൽ ഓർബിറ്റലിലൂടെ. 6 ബഹിരാകാശ സഞ്ചാരികൾ 16 തവണയായി ഭൂമിയെ ചുറ്റുന്നതിന്റെ വിസ്മയകരമായ വിവരണങ്ങളാണ് നോവൽ. മഹാസമുദ്രങ്ങളും പർവ്വതങ്ങളും മരുഭൂമികളും ഋതുചംക്രമണങ്ങളും എണ്ണമറ്റ സൂര്യാസ്തമയങ്ങളുമായി അനന്തമായ സൗന്ദര്യത്തിന്റെ ആ വർണ്ണനകളിൽ മുഴുവൻ ഭൂമിയോടുള്ള സ്നേഹപ്രഖ്യാപനമാണ്. ഇപ്പോൾ ബഹിരാകാശത്ത് കഴിയുന്ന സുനിത വില്യംസിനെയും നമ്മൾ സ്നേഹത്തോടെ ഓർത്തുപോകും. മിയാൻ താൻസൻ മുഗൾ രാജധാനിയിൽ മേഘമൽഗാർ പാടി മഴ പെയ്യിച്ചിട്ടുണ്ട്. ദീപക് രാഗം പാടി ദീപം തെളിയിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്കിപ്പുറം മഹാകവി അമീർ ഖുസ്രുവിന്റെ താളവാദ്യത്തിൽ ഉസ്താദ് സക്കീർ ഹുസൈൻ പെരുമഴയായി പെയ്തപ്പോഴാണ് അതൊന്നും കെട്ടുകഥകളെയല്ലെന്ന് ലോകം അനുഭവത്തിൽ അറിഞ്ഞത്. അമീർ ഹുസൈൻ സാബിനും ഉസ്താദ് അല്ലറക്ക ഖാനും ഉസ്താദ് ഫയാസ് ഖാനും പിന്നാലെ ആ വംശാവലിയിൽ നിന്ന് അവരെക്കാളൊക്കെ ജനപ്രിയതയുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിന്ന് ഉസ്താദ് സക്കീർ ഹുസൈൻ പെരുക്കിയത് ഇന്ത്യയുടെ ബഹുസ്വരതയുടെ സംഗീതമായിരുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ആത്മാവായ മതനിരപേക്ഷതയുടെ മുഴക്കവുമായിരുന്നു ഈ മഹാതാളവാദകന്റെ സംഗീത ജീവിതം. വിദ്വേഷ രാഷ്ട്രീയം ഈ രാജ്യത്തിന്റെ താളം തെറ്റിക്കുമ്പോൾ ആശ്വാസമായിരുന്നു
നമുക്ക് ആ തബലമഴ. കേരളം ഇന്ത്യക്കും ഇന്ത്യ ലോകത്തിനും സംഭാവന ചെയ്ത എ രാമചന്ദ്രൻ MF ഹുസൈനു ശേഷം ലോകം ഉറ്റുനോക്കിയ ഇന്ത്യൻ ചിത്രകാരനാണ്. ഇന്ത്യയുടെ ഉൾഗ്രാമങ്ങളിലും കൊട്ടാരങ്ങളിലും ആദിവാസി സമൂഹങ്ങളിലും അജന്ത ഗുഹകളിലും സഞ്ചരിച്ച് രാമചന്ദ്രൻ വരച്ച ചിത്രങ്ങളും ഇന്ത്യയുടെ സൗന്ദര്യമാണ്. ഇന്ത്യൻ മിത്തോളജിയുടെ അഴിച്ചുപണിയാണ് എ രാമചന്ദ്രന്റെ യയാതി ഉൾപ്പെടെയുള്ള ചിത്രപരമ്പരകൾ. ജീവജാലങ്ങളും പൂക്കളും തടാകവും താമരപ്പൊയ്കകളും നിറഞ്ഞ രാമചന്ദ്രന്റെ ചിത്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പാരിസ്ഥിതിക സൗന്ദര്യശാസ്ത്രത്തിന് സമാനതകളില്ല. സംഗീതജ്ഞൻ കൂടിയായ രാമചന്ദ്രന്റെ ചിത്രങ്ങൾ രാഗങ്ങളുടെ ലയമാണെന്നും പറയാറുണ്ട്. ലോകത്തിന്റെ വിശാല വർണ്ണങ്ങൾ കാണാനാവുന്ന ഒരു പൂർണ്ണ മതേതര മനസ്സുകൂടിയാണ് എ രാമചന്ദ്രനിലൂടെ വിടവാങ്ങിയത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു യുഗാന്ത്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന സീതാറാം യെച്ചൂരിയുടെ വിയോഗം രാജ്യത്തെ സാംസ്കാരിക മണ്ഡലത്തിനും വലിയ നഷ്ടമാണ്. ഇന്ത്യ എന്ന ആശയത്തിനു വേണ്ടിയുള്ള പോരാട്ടം തന്റെ ജീവിതമാണെന്ന് തെളിയിച്ച ജനനേതാവാണ് യെച്ചൂരി. അറിവുകൊണ്ടും ഭാഷാ ചാതുര്യം കൊണ്ടും നയതന്ത്രജ്ഞത കൊണ്ടും സീതാറാം രാജ്യത്തെ ഇടതുപക്ഷ രാഷ്ട്രീയ ലോകത്തിനാകെയും അഭിമാനമായിരുന്നു. യെച്ചൂരി ഒരു പരന്ന വായനക്കാരനും പഴയ ഹിന്ദി സിനിമാ ഗാനങ്ങളുടെ വലിയ ആരാധകനുമായിരുന്നു. 80കൾക്ക് മുമ്പുള്ള പതിറ്റാണ്ടുകളിലെ ഏതാണ്ട് എല്ലാ ഹിന്ദി ഗാനങ്ങളും അദ്ദേഹത്തിന്റെ നാവിൻ തുമ്പത്തുണ്ടായിരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ എഴുത്തുകാരുമായും മാധ്യമപ്രവർത്തകരുമായും കലാകാരന്മാരുമായും എല്ലാം യെച്ചൂരിക്ക് സംവാദാത്മകവും സർഗാത്മകവുമായൊരു സൗഹൃദമുണ്ടായിരുന്നു. അതുകൊണ്ടെല്ലാം യെച്ചൂരിയുടെ മരണം ജനാധിപത്യ ഇന്ത്യയുടെ പ്രതീക്ഷകളിലാണ് ഇരുൾ പരത്തിയത്. പോത്തൻ ജോസഫും എടത്തട്ട നാരായണനും CP രാമചന്ദ്രനും ഇന്ത്യൻ പത്രലോകത്തെ അടക്കി വാഴുമ്പോഴാണ് 1952 20ാമത്തെ വയസ്സിൽ ദ ഹിന്ദു പത്രത്തിലെ സബ് എഡിറ്ററായി ബാബു രാജേന്ദ്ര പ്രസാദിന്റെ അരങ്ങേറ്റം. അവിടെ നിന്ന് 7 പതിറ്റാണ്ട് കാലം മാധ്യമരംഗത്തെ എല്ലാ പരിവർത്തന ഘട്ടങ്ങളെയും നയിച്ച BRPയെ പോലെ അത്രയും വിപുലമായ അനുഭവ സമ്പത്തുള്ള വേറൊരാളില്ല. പത്രപ്രവർത്തനം ഒരു പേനത്തൊഴിൽ മാത്രമല്ല BRPക്ക്. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമായിരുന്നു. മാധ്യമ സമൂഹം വഴിതെറ്റുമ്പോഴെല്ലാം മുന്നിൽ മാതൃകയും മാർഗദർശിയുമായിരുന്നു BRP. ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായൊരു അധ്യായമാണ് BRP ഭാസ്കറിലൂടെ അവസാനിച്ചത്. ഇന്ത്യൻ സിനിമ നിലനിൽക്കുന്നിടത്തോളം കാലം പത്തേർ പാഞ്ചാലി നിലനിൽക്കും. പത്തേർ പാഞ്ചാലി നിലനിൽക്കുന്നിടത്തോളം കാലം ദുർഗയായി അഭിനയിച്ച ഉമാദാസ് ഗുപ്തയ്ക്കും മരണമില്ല. കറുപ്പിലും വെളുപ്പിലുമായി സത്യജിത്രായി കൊത്തിവെച്ച ദുർഗയ്ക്ക് ജീവൻ നൽകിയ ഉമാദാസിന്റെ മരണം ഒരു സാധാരണ റിട്ടയർഡ് ടീച്ചറായാണ്. ദാരിദ്ര്യം പിടിമുറക്കിയ ബംഗാളി ഗ്രാമത്തിൽ ചിത്രശലഭം പോലെ പാറി നടന്ന പെൺകുട്ടി ഇന്നും സിനിമ കണ്ടവരുടെയെല്ലാം മനസ്സിലെ വീങ്ങലാണ്. ആറ്റുവഞ്ചികൾക്കുള്ളിലൂടെ തീവണ്ടി കാണാനുള്ള അപ്പുവിന്റെയും ഉമ്മയുടെയും ഓട്ടവും മഴ നനഞ്ഞുള്ള ആഹ്ലാദ നൃത്തവും മരണവും ആർക്കാണ് മറക്കാനാവുക? ബീഗം അക്തറും ഫരീദ ഖാനും ആബിദ പർവീണും അമാനത്ത് അലി ഖാനും മെഹദി ഹസനും ഗുലാം അലിയും തലത് മഹ്മൂദുമെല്ലാം നിറഞ്ഞു നിന്ന ഹിന്ദുസ്ഥാനി ഗസലിൽ വേറെ തന്നെ ഒരു കൈവഴിയായിരുന്നു പങ്കജ് ഉദാസ്. അരനൂറ്റാണ്ടുകാലം രാജ്യത്തെ പാടിയുറക്കുകയും ഉണർത്തുകയും ചെയ്ത ഗായകൻ. ഒരിക്കലും പാടിത്തീരാത്ത അനുരാഗ നദി പോലെയാണ് പങ്കജ് ഉദാസ് പാടിയത്. 80കളുടെ അവസാനവും 90കളുടെ തുടക്കത്തിലുമാണ് പങ്കജ് ഉദാസിന്റെ മെലഡികൾ ബോളിവുഡിൽ തരംഗമായത്. പങ്കജിന്റെ തെന്മഴയായ ഗാനങ്ങൾ കൊണ്ട് മാത്രം പ്രസിദ്ധമായ ചിത്രങ്ങൾ അനവധിയാണ്. എന്നും പ്രണയവും ലഹരിയും ഇഴചേർന്ന നിലാവിന്റെ നനവുള്ള ഗസലിന്റെ പേരായിരുന്നു ഏവർക്കും പങ്കജ് ഉദാസ്. ബംഗാളി ചലച്ചിത്രത്രയങ്ങളിൽ ഒരാളായ ഋതിക് ഘട്ടക്കിന്റെ ശിഷ്യനായിരുന്നു കുമാർ സാനി. മണി കൗളിന്റെ ഉസ്കി റോട്ടിക്കും മൃണാൾ സെന്നിന്റെ ഭുവൻ ഷോവിനും പിന്നാലെ 1972 പുറത്തിറങ്ങിയ കുമാർ സാനിയുടെ മായാദർപ്പണും ഇന്ത്യൻ സിനിമയിലെ നാഴികക്കല്ലുകളിൽ ഒന്നാണ്. ഇന്ത്യയിൽ നവസിനിമാ പ്രസ്ഥാനത്തിന്റെ ആരംഭമായിരുന്നു മായാദർപ്പൺ. സമാന്തര സിനിമ കൈയൊഴിഞ്ഞ നൃത്തവും സംഗീതവുമെല്ലാം ഒരു സാധ്യതയാക്കിയ സംവിധായകനുമാണ് കുമാർ സാനി. എല്ലാ അർത്ഥത്തിലും ഘട്ടക്കിന്റെ വിയോഗം പോലെ തന്നെ ബാധിച്ച വേറൊരു വിയോഗം. അൽബേനിയയിലെ ഏറ്റവും പ്രസിദ്ധനായ നോവലിസ്റ്റും കവിയുമാണ് ഇസ്മായിൽ ഖാദരെ. 2005 ഖാദരയ്ക്ക് മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചത്. ഖാദരയുടെ എ ഡിക്റ്റേറ്റർ കോളിംഗ് എന്ന പുസ്തകം
വലിയ നിലയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ വിയോഗവും. 1958 ബോറിസ് പാസ്റ്റർനാക്കിന്റെ ഡോക്ടർ ഷിവാഗോയ്ക്ക് നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ സോവിയറ്റ് റഷ്യ പുരസ്കാരം വാങ്ങുന്നത് വിലക്കുകയുണ്ടായി. അക്കാലത്ത് മോസ്കോയിൽ വിദ്യാർത്ഥിയായിരുന്ന കാദരെ സ്റ്റാലിനും പാസ്റ്റർനാക്കും തമ്മിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഫോൺ സംഭാഷണമാണ് എ ഡിക്റ്റേറ്റർ കോളിംഗ് എന്ന നോവലിലൂടെ പ്രതിപാദിക്കുന്നത്. പാസ്റ്റർനാക്കിനെ പോലെ നൊബേലിന്റെ നഷ്ടമാണ് ഇസ്മായിൽ കാദരിയും. ലോക സാഹിത്യത്തിലെ നിശബ്ദ പ്രതിഭയായി അറിയപ്പെട്ട ചെറുകഥാകാരി ആലിസ് മൺറോയും പോയ വർഷം മണ്ണോട് ചേർന്നു. സാധാരണ മനുഷ്യരുടെ അസാധാരണമായ കഥകൾ അവതരിപ്പിച്ച് ലോകശ്രദ്ധ നേടിയ ആലിസ് മൺറോയ്ക്ക് 2013 നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ചെറുകഥകളല്ലാതെ ആലിസ് മൺറോ നോവലുകളൊന്നും എഴുതിയിട്ടില്ല. ചെറുകഥകൾ പറഞ്ഞു പറഞ്ഞ് ആലിസ് മൺറോ ഇനിയൊരു നീണ്ട കഥ. ഉള്ളടക്കങ്ങൾ കൊണ്ട് ശക്തമായ ചലച്ചിത്ര സാംസ്കാരിക ചരിത്രത്തിലാണ് ചെലവൂർ വേണുവിന്റെ വേര്. അവസാനിക്കാത്ത തുടക്കങ്ങൾക്കായി ചെലവൂർ വേണുവേട്ടൻ ചെലവഴിച്ച ജീവിതം സമാനതകളില്ലാത്തതാണ്. ഒരൊറ്റയാൾ പ്രസ്ഥാനം എന്നൊന്നും പറഞ്ഞാൽ മതിയാവില്ല. കോഴിക്കോടൻ സർഗകാലങ്ങളുടെ ഒരു നീണ്ട അധ്യായം ചെലവൂർ വേണുവിൽ തുടങ്ങി ചെലവൂർ വേണുവിൽ അവസാനിക്കുന്നു. ദേശീയ തലത്തിൽ മലയാളത്തിന്റെ മഹിമ ഉയർത്തിപ്പിടിച്ച നാടകക്കാരൻ ഓംചേരി NN പിള്ളയും പോയ വർഷത്തിന്റെ നഷ്ടമാണ്. സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്ന നാടകങ്ങളിലൂടെ പ്രസിദ്ധരായ ഓംചേരി ദില്ലിയിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ മലയാള മുഖമായിരുന്നു. സഖാവ് AKജിയുടെ പ്രേരണയിലാണ് ഓംചേരി ഈ വെളിച്ചം നിങ്ങളുടേതാകുന്നു എന്ന നാടകം രചിച്ചത്. അണഞ്ഞത് ആ വെളിച്ചമാണ്. ആദിവാസികൾക്കൊപ്പം ആളിപ്പടർന്ന സർഗജീവിതമാണ് KJ ബേബിയുടേത്. വയനാട്ടിൽ ആദിവാസി കുട്ടികൾക്ക് വേണ്ടി ബേബി പടുത്തുയർത്തിയ ബദൽ വിദ്യാഭ്യാസ പ്രസ്ഥാനമായ കനവ് ഒരു കാലഘട്ടത്തിലെ ആദിവാസി കുട്ടികളുടെ ആശ്രയമായിരുന്നു. ഇന്ന് കനവില്ലെങ്കിലും ബേബിയില്ലെങ്കിലും കാടിനും നാടിനും വേണ്ടിയുള്ള ആ കലാപോരാട്ടങ്ങളൊന്നും മറക്കാനാവില്ല. ചിലർക്ക് അവാർഡ് ലഭിക്കുമ്പോൾ ആദരിക്കപ്പെടുന്നത് അവാർഡുകളാണ്. NS മാധവനായിരുന്നു 2024 എഴുത്തച്ഛൻ അവാർഡ്. മലയാള കഥാസാഹിത്യത്തിന്റെ സൗന്ദര്യത്തികവും രാഷ്ട്രീയ ജാഗ്രതയും നിറഞ്ഞ എഴുത്തിന്റെ അച്ഛനാണ് NS മാധവൻ. മലയാള കഥയെ നവീകരിച്ചതിൽ മുമ്പനായ അശോകൻ ചെരുവിലിന്റെ നോവൽ കാട്ടൂർ കടവിനായിരുന്നു പോയ വർഷത്തെ വയലാർ അവാർഡ്. അശോക കഥകളുടെ ആദ്യകാലം മുതൽ നമുക്ക് സുപരിചിതമായ സ്ഥലനാമമാണ് കാട്ടൂർ കടവ്. വളരെ പരിചിതമായ ഒരു സ്ഥലത്ത് ബസ് ഇറങ്ങി നിൽക്കുന്നത് പോലെ തോന്നും നമുക്ക് ആ നോവൽ വായിക്കുമ്പോൾ. സാംസ്കാരിക വകുപ്പിന്റെ 2022 രാജാരവിവർമ്മ പുരസ്കാരം ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്കായിരുന്നു. ദേശീയ തലത്തിലും അന്തർദേശീയമായും അംഗീകരിക്കപ്പെട്ട സമകാലിക ഇന്ത്യൻ ചിത്രകാരന്മാരിൽ ഉന്നതനാണ് സുരേന്ദ്രൻ നായർ. സാഹിത്യ പുരാണ കഥാപാത്രങ്ങളും അനുഷ്ഠാന കലാരൂപങ്ങളും അടിവേരുകളാകുന്ന വരകളാണ് സുരേന്ദ്രൻ നായരുടേത്. കേരളത്തിൽ നിന്നും ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ നെറുകയിൽ കയറിയിരിക്കുകയാണ് മലപ്പുറം അരീക്കോട്ടുകാരനായ സഹറു നുസൈബ കണനായി. സഹറുവിന്റെ ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന പുസ്തകത്തിനാണ് 2014 ക്രോസ്വേഡ് പുരസ്കാരം. അരീക്കോടിനടുത്ത് ചാലിയാറിന്റെ കരയിൽ സൃഷ്ടിച്ച ഒരു സാങ്കല്പിക ദേശവും അവിടുത്തെ മനുഷ്യരുമാണ് സഹറുവിന്റെ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളും അവരുടെ ചെറുത്തുനിൽപ്പുമാണ് പ്രതിപാദ്യം. പോയ വർഷം കണ്ടെത്തിയ എഴുത്തുകാരൻ. ക്രോസ്വേഡ് ഇംഗ്ലീഷ് വിവർത്തന വിഭാഗത്തിലും പുരസ്കാരം മലയാളിക്കാണ്. സന്ധ്യാബേരിയുടെ മരിയ വെറും മരിയ എന്ന നോവലിന്റെ ഇംഗ്ലീഷ് വിവർത്തനമായ മരിയ ജസ്റ്റ് മരിയയ്ക്കാണ് പുരസ്കാരം. ജയശ്രീ കളത്തിലാണ് വിവർത്തക. സമൂഹത്തിന്റെ ചട്ടക്കൂട്ടിൽ മെരുങ്ങാത്ത മനുഷ്യരാണ് നോവലിൽ. പുതിയ കാല എഴുത്തിന്റെ മറ്റൊരു പുതിയ മുഖം. കർണാടക സംഗീതത്തിന്റെ സവർണ ചട്ടക്കൂടിനെ പൊളിച്ചെറിഞ്ഞ സംഗീതജ്ഞനാണ് TM കൃഷ്ണ. സംഗീതത്തിലെ ജാതി വ്യവസ്ഥയെ തകർത്ത് പുറമ്പോക്കിലെ സംഗീതത്തെക്കുറിച്ച് കൃഷ്ണ നടത്തിയ അന്വേഷണങ്ങൾ പ്രസിദ്ധമാണ്. സംഘപരിവാർ വർഗീയ രാഷ്ട്രീയത്തിന്റെ കടുത്ത വിമർശകനുമാണ് കൃഷ്ണ. MS സുബ്ബലക്ഷ്മിയുടെ പേരിലുള്ള മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരം TM കൃഷ്ണയിൽ നിന്ന് തിരിച്ചെടുക്കണമെന്നാണ് ചിലരുടെ ആവശ്യം. പ്രതിഭാധനനായ ഒരു സംഗീതജ്ഞൻ അദ്ദേഹം സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ വേട്ടയാടപ്പെടുന്നത് സാംസ്കാരിക ലോകം നിശബ്ദമായി കണ്ടുനിന്നാൽ പോരാ.
ഇന്ത്യൻ പുസ്തക വിപണിയിൽ താരമൂല്യമുള്ള നോൺ ഫിക്ഷൻ എഴുത്തുകാരനാണ് സ്കോട്ട്ലൻഡുകാരനായ വില്യം ഡാൽറിമ്പിൾ. ഇന്ത്യയുടെ ബൗദ്ധിക സ്വത്തുക്കളുടെ ചരിത്രപരമായ വഴികൾ തേടുന്നതാണ് വില്യം ഡാൽറിമ്പിളിന്റെ ദ ഗോൾഡൻ റോഡ്. 2 ദശകത്തിലേറെയായി ഇന്ത്യയെ പിന്തുടരുന്ന ഈ എഴുത്തുകാരൻ സഞ്ചരിക്കുന്ന ഗോൾഡൻ റോഡ് തന്നെയാണ് പുസ്തകം. കേരളത്തിന്റെ ചരിത്ര പുസ്തക വായനയുടെ പുതിയ ട്രെൻഡിന് തുടക്കമിട്ട എഴുത്തുകാരനാണ് മനു എസ് പിള്ള. രാജ്യത്തെ ഹിന്ദു ദേശീയതയുടെ വികാസവും അതിൽ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ സ്വാധീനവും പഠിക്കുന്നതാണ് മനുവിന്റെ ഗോഡ്സ്, ഗൺസ് ആൻഡ് മിഷണറീസ്, ദ മേക്കിംഗ് ഓഫ് ദ മോഡേൺ ഹിന്ദു ഐഡന്റിറ്റി. ഹിന്ദുത്വത്തിന്റെ അടിവേരിളക്കാനാണെങ്കിൽ അതിന്റെ ചരിത്ര വഴികൾ ചികയുന്നത് നല്ലതാണ്. മലയാള നോവൽ വായനയെ മാറ്റിമറിച്ച എഴുത്തുകാരിയാണ് ആർ രാജശ്രീ. വടക്കൻ കേരളത്തിന്റെ നാട്ടുഭാഷയിൽ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ പറഞ്ഞ രാജശ്രീയുടെ ഏറ്റവും പുതിയ നോവലാണ് ആത്രേയകം. മഹാഭാരതത്തിൽ അധികം പരാമർശിച്ചിട്ടില്ലാത്ത ആത്രേയകം എന്ന ദേശത്തിലേക്കുള്ള ഭാവനാപരമായ സഞ്ചാരമാണ് നോവൽ. പശ്ചാത്തലം മഹാഭാരതമായാലും അരികുകളിലെ മനുഷ്യരുടെ ജീവിതത്തിന്റെ ശക്തിയാണ് നോവൽ ഉയർത്തിപ്പിടിക്കുന്നത്. PV ഷാജികുമാർ വടക്കൻ ഗ്രാമങ്ങളുടെ ഉള്ളു തുരന്നെഴുതിയ നോവലാണ് മരണവംശം. പകയും രതിയും ലഹരിയും നിറഞ്ഞ എർക്കാനി എന്ന ദേശത്തിന്റെ രക്തപങ്കിലമായ ജീവിതകഥ. കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും ഇടയിൽ പെട്ടുപോയ മനുഷ്യരുടെ ആഗ്രഹങ്ങളുടെയും ആനന്ദങ്ങളുടെയും ആസക്തികളുടെയും നോവൽ. തലമുറകളുടെ കഥയും ഉപകഥയും കഥകളുടെ കഥകളും നിറഞ്ഞ മായിക പ്രകൃതിയിലെ പച്ച മനുഷ്യരുടെ പടവെട്ടലുകൾ പ്രതിപാദിക്കുമ്പോൾ മലയാള നോവലിൽ നമ്മൾ അന്നുവരെ പരിചയിച്ചിട്ടില്ലാത്ത വായനയുടെ മാന്ത്രിക സൗന്ദര്യമാകുന്നു മരണവംശം. 2024 പുറത്തിറങ്ങിയ ഈ സന്തോഷ് കുമാറിന്റെ തപോമയ്യയുടെ അച്ഛൻ വടക്കേ ഇന്ത്യൻ അഭയാർത്ഥി ജീവിതങ്ങളെക്കുറിച്ചാണ് പ്രത്യക്ഷത്തിൽ എഴുതുന്നത്. ആരാണ് അഭയാർത്ഥികൾ, എന്താണ് അഭയാർത്ഥിത്വം എന്ന സങ്കീർണമായ ചോദ്യങ്ങളാണ് നോവലിന്റെ കാതൽ. വാഗ്ദത്തഭൂമി തേടിപ്പോകുന്ന യാത്രയിലെ വെല്ലുവിളികളുടെ കടലും സ്നേഹത്തിന്റെ തുരുത്തുകളും കാണിച്ചു തരുന്നു നോവൽ. ഒരർത്ഥത്തിൽ എല്ലാ മനുഷ്യരും ഓരോ തരത്തിൽ അഭയാർത്ഥികളാണെന്ന് തോന്നും നോവൽ വായിച്ചു തീരുമ്പോൾ. മധ്യ തിരുവിതാംകൂറിന്റെ പരിച്ഛേദങ്ങളാണ് എബ്രഹാം മാത്യുവിന്റെ കഥകൾ. ഈ ഭൂപ്രദേശത്തിന്റെ സംസ്കാരവും ഭാഷയും വ്യക്തിത്വ പ്രതിസന്ധികളും നർമ്മവും ഓർമ്മകളും മാറ്റങ്ങളുമെല്ലാം ഒരു കണ്ണാടിയിൽ എന്ന പോലെ പ്രതിഫലിക്കുന്നു എബ്രഹാം മാത്യുവിന്റെ ഏറ്റവും പുതിയ സമാഹാരമായ തിരുവല്ലാറ്റ് 2050. പ്രവാസ സംസ്കാരത്തിന്റെ സമൃദ്ധി ആഘോഷിക്കുന്ന ഏതൊരു നാടിന്റെയും മറുപുറമാണ് ഈ കഥയിലെ തിരുവല്ല. തിരുവല്ലയുടെ ഭാവി കാലത്തെ മുൻകൂട്ടി പ്രവചിക്കുന്നതാണ് കഥയെങ്കിൽ കഥയേക്കാൾ തീവ്രമാണ് ഇപ്പോൾ കഥന യാഥാർത്ഥ്യം. ഹരിത സാവിത്രിയുടെ നോവൽ സിൻ നമ്മുടെ പതിവ് യാത്രാപഥങ്ങൾക്കും അപ്പുറത്തേക്ക് കടക്കുന്നു. ഉത്തരേന്ത്യക്കും ഗൾഫ് നാടുകൾക്കും അപ്പുറം അധികം സഞ്ചരിക്കാത്ത മലയാള ഭാവനയെ ടർക്കിഷ് മേഖലയിലേക്ക് പറിച്ചു നടുകയാണ് സിൻ. വംശഹത്യ നേരിടുന്ന കുർദിഷ് ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ നോവലായിരുന്നു 2024 സാഹിത്യ അക്കാദമി അവാർഡ്. മലയാള നോവലിന് പുതിയ മാനങ്ങൾ നൽകിയവരിൽ മുമ്പനാണ് എസ് ഹരീഷ്. ഭാഷയുടെ ലാളിത്യത്തിൽ പൊതിഞ്ഞ് ഹരീഷ് മുന്നോട്ട് വെക്കുന്ന പുതിയൊരു ഭാവനാ ലോകത്തിന്റെ പേരാണ് പട്ടുനൂൽപ്പുഴു. പട്ടുനൂൽപ്പുഴു പോലെ ഉള്ളു നീറി പിടഞ്ഞു ജീവിക്കാൻ വിധിക്കപ്പെട്ട സാധാരണ മനുഷ്യരുടെ അകവും പുറവും പറയുന്ന അപൂർവ രചനയെന്നാണ് ഹരീഷിന്റെ പട്ടുനൂൽപ്പുഴുവിനെ കുറിച്ച് ബെന്യാമിൻ എഴുതുന്നത്. 1970 ഗബ്രിയേൽ ഗാർഷ്യ മാർക്വേസിന്റെ ഏകാന്തതയുടെ 100 വർഷങ്ങളുടെ ഇംഗ്ലീഷ് വിവർത്തനം പുറത്തു വന്നത്. അതിനു മുമ്പ് ലോകം അതുപോലൊരു വായനാ ലഹരി കണ്ടിട്ടില്ല. ലോകമെങ്ങുമായി വിറ്റഴിഞ്ഞ മാർക്വേസ് പുസ്തകത്തിന്റെ കണക്കെടുത്താൽ 5 കോടി വരുമെന്നാണ് പറയുന്നത്. അതിന്റെ എത്രയോ ഇരട്ടിയാണ് വായനക്കാർ. മാർക്വേസ് വായനക്കാരെല്ലാം ഒത്തുചേർന്നാൽ ഒരു യൂറോപ്യൻ രാജ്യത്തിന്റെ ജനസംഖ്യയാവും. ഇപ്പോഴിതാ മാർക്വേസ് മരിച്ച് 10 വർഷം കഴിഞ്ഞിട്ടും ലോക സാഹിത്യത്തിലെ താരം മാർക്വേസ് തന്നെയാണ്. മാർക്വേസിന്റെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ നെറ്റ്ഫ്ലിക്സിലൂടെ വെബ് സീരീസായി പുറത്തു വരുമ്പോഴുള്ള ആഘോഷം കാണുമ്പോൾ മാർക്വേസിനെ മറികടക്കാൻ ഇനിയും ഇവിടെ വേറെ മാന്ത്രിക യാഥാർത്ഥ്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് തന്നെ തോന്നും. ഗാർസിയ മാർക്വേസ് വീണ്ടും ലോകത്തിന്റെ ഹരമാകുമ്പോൾ മാർക്വേസിന്റെ ഏറ്റവും വലിയ ആരാധകൻ നമ്മോടൊപ്പമില്ല, ബുദ്ധദേവ് ഭട്ടാചാര്യ. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും ഒരു 10 കാലം പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് രാഷ്ട്രീയ ലോകത്ത് മാത്രമല്ല സാംസ്കാരിക ലോകത്തിനും തീരാ നഷ്ടമാണ്.
ബംഗാളി വായനക്കാരെ മാർക്വേസിന്റെ രചനകളിലേക്ക് എത്തിപ്പിച്ചവരിൽ മുമ്പനാണ് ബുദ്ധദേവ്. മാർക്വേസിന്റെ ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ, ക്ലാൻസ്റ്റൈൻ ഇൻ ചെലി എന്നീ പുസ്തകങ്ങൾ ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്തതും ബുദ്ധദേവാണ്. ഒരു മാർക്സിസ്റ്റ് മാത്രമല്ല, മാർക്വേസിസ്റ്റുമാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ. ലോകം ഗബ്രിയേൽ ഗാർഷ്യ മാർക്വേസിനെ ആരാധിച്ചപ്പോൾ മാർക്വേസ് ആരാധിച്ച എഴുത്തുകാരനായിരുന്നു ഹുവാൻ റൂൾഫോ. റൂൾഫോയുടെ പെദ്രോ പരാമോ മാർക്വേസിന് മനഃപ്പാഠമായിരുന്നു. മാർക്വേസിന്റെ മക്കണ്ട പോലെ മലയാളി ഏതുറക്കത്തിലും ഉച്ചരിക്കുന്ന പേരാണ് പെദ്രോ പരാമോയിലെ കൊമാല. പെദ്രോ പരാമയും നെറ്റ്ഫ്ലിക്സിൽ സിനിമയായി പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഇവാൻ പ്രേസിയാഡോ ആയിടെ മരിച്ച തൻ്റെ അമ്മയുടെ ജന്മനാടായ കൊമാലയിലേക്ക് അച്ഛനെ തേടി നടത്തുന്ന യാത്രയാണ് ഹുവാൻ റൂൾഫോയുടെ പെദ്രോ പരാമോ. കൊമാലയിലെത്തിയ പ്രേസിയാഡോ കണ്ടത് ഒരു പ്രേത നഗരമാണ്. മരിച്ചവരല്ലാതെ അവിടെ മറ്റാരുമില്ല. യുദ്ധവും വർഗീയതയും ദാരിദ്ര്യവും വിദ്വേഷ രാഷ്ട്രീയവും ബാക്കി വെക്കുന്ന പ്രേത നഗരങ്ങളെ മറികടന്ന് നമുക്ക് സാഹോദര്യത്തിൻ്റെയും സർഗാത്മകതയുടെയും പുതിയ വർഷത്തിൽ പ്രതീക്ഷയർപ്പിക്കാം. നന്ദി, നമസ്കാരം.